നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹാഷിഷ് ഓയിലുമായി കയ്പമംഗലം സ്വദേശി പിടിയിൽ. ചിറയ്ക്കൽ മാട്ടുമൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു. പഴവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. 34 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. 27 വയസ്സുള്ള കയ്പമംഗലം സ്വദേശി കുമ്പളത്ത് പറമ്പിൽ ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. ഹാഷിഷ് ഓയിൽ ചെറിയ കുപ്പികളിലാക്കി ആവശ്യക്കാർക്ക് ബൈക്കിൽ എത്തിച്ച് വിറ്റുവരവെയാണ് ഇയാൾ എക്സൈസിന്റെ പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ്, PR സുനിൽ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് E പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ T രാജേഷ്, KM സിജാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM തസ്നീം, എക്സൈസ് ഡ്രൈവർ K വിൽസൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടിലേറെയായി തളിക്കുളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE-യുടെ 21ാം വാർഷികം ദുബായ് ദേര മാർക്കോ പോളോ ഹോട്ടലിൽ വെച്ച് നടന്നു. ദുബായ് ദേര മാർക്കോ പോളോ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ സിനിമാ നടൻ ഹരീഷ് കണാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരായതൊക്കെ അപ്പം ആ സമയത്ത് ഞങ്ങള് ഗ്രൂമേഴ്സ് ഞങ്ങളെടുത്ത് പറയും, നിങ്ങൾ അറ്റ്ലീസ്റ്റ് തൃശ്ശൂർ വരെയെങ്കിലും ഒന്ന് വരികയാണ് ഭാഷേന്റെ കാര്യത്തിൽ. അന്ന് നിങ്ങൾ തൃശ്ശൂർ വരാനുണ്ട്, തൃശ്ശൂർ എത്തൂല, എവിടെ എത്തൂല, തിരുവല്ലെത്തി പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ കുറെ തൃശ്ശൂരായിട്ട് കുറെ സ്ഥലത്ത് എവിടേക്കോ ഒരു ബന്ധം. ഈ ഒരു പരിപാടിക്ക് വന്നതിൽ ഭയങ്കര സന്തോഷം. തളിക്കുളം അസോസിയേഷനിൽ വരാൻ സാധിച്ചതിലും അതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലും സന്തോഷം. ഹോട്ട് പാക്ക് ഗ്രൂപ്പ് CEO ആൻഡ് MD ആയ അബ്ദുൾ ജബ്ബാർ, PB അജയ് കല്ലായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി TK ഇബ്രാഹിംകുട്ടി, ട്രഷറർ ബിജു, രക്ഷാധികാരി ഗഫൂർ തളിക്കുളം, പ്രോഗ്രാം കൺവീനർ അഷ്റഫ് ഖാദർ എന്നിവർ പ്രസംഗിച്ചു. 21 വർഷം തളിക്കുളത്തിന്റെ സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങളിലൊക്കെ തന്നെ നമ്മൾക്ക് നിരവധി സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞു. ഒന്നിച്ച് കളിച്ചു വളർന്ന, പഠിച്ചു വളർന്ന കൂട്ടുകാർ, അതേത് മതമാവട്ടെ ജാതിയാവട്ടെ, ഒന്നിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേകത തന്നെയാണ്. അത് സംബന്ധിച്ചിടത്തോളം, തളിക്കുളത്തേരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാലത്തോളം ഈ തളിക്കുളം പ്രവാസി അസോസിയേഷനെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും, എല്ലാ സഹോദരന്മാരെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ആവശ്യപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തന്നിയുടെ ഒട്ടക്കേശിയിലുണ്ട്, ഒന്നുമില്ല, ചുമ്മാ ചുമ്മാ சொல்லணும் தெரியல. கண்மணி, அன்போட காதலன் நான் எழுதும் லெட்டர். അന്യ പ്രേക്ഷകർക്കും കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയിലെ 1500-ാം എപ്പിസോഡാണിത്. നാലുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണാടിയുടെയും ഈ ലക്കം ഇവിടെ മുന്നോട്ടുന്നു. പുതിയ കണ്ണാടിയുമായി അടുത്തിലെത്തുന്ന കാണുന്നത് ഭാരവാഹികളായ ദേവരാജ്, ഫിറോസ്, മുഹമ്മദ് അലി, സിബിൻ മേലേടത്ത്, ബാബുരാജ്, ജയപ്രകാശ്, സുധീർ EY, ദീപ ദേവരാജ്, ബിനി ബൈജു, വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. ചിറക്കൽ മാട്ടുമൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ 7-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചളി നിറഞ്ഞ കാൽനട യാത്രയ്ക്ക് പോലും യോഗ്യമല്ലാത്ത അവസ്ഥയിലുള്ളത്. ചിറക്കൽ പാലം പണിയുടെ ഭാഗമായി തൃപ്രയാർ ചേർപ്പ് റോഡ് താൽക്കാലികമായി അടച്ചതോടെ ഈ പ്രദേശത്തുള്ളവർക്ക് ചേർപ്പ് തൃശൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ്. ഇതിലൂടെ 100 കണക്കിന് ബൈക്ക് യാത്രക്കാരാണ് ദിനംപ്രതി സഞ്ചരിക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത ചാഴൂർ പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
കൃത്യമായി നടപ്പിലാക്കാതെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, 2 വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, 3 വീലറിൽ യാത്ര ചെയ്യുന്ന അങ്ങനെ മുഴുവൻ യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് യാത്രാ ദുരിതം നൽകുകയാണ് ഈ ബന്ധപ്പെട്ട അധികാരികളും PWDയും സർക്കാരും ഒക്കെ ഉള്ളത്. ഒരു കാര്യത്തിന് പോലും തീർപ്പ് കൽപ്പിക്കാൻ ഇവർക്ക് ഇത്രയും കാലമായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. ഈ കോട്ടം ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് 2 വീലറും 3 വീലറും ഈ വഴി തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന 8-ാം വാർഡിൻ്റെ ചാടൂർ 8-ാം വാർഡിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന മാട്ടുമ്മൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം 17 വീടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്തത് 17 വീട്ടുകാരുടെ ദുരിതം, മഴ പെയ്യുമ്പോൾ വീടിനകത്താണ് മുഴുവൻ വെള്ളവും, വല്ലാത്ത പ്രയാസമാണ്. എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്, ജീവിത നിലവാരം വളരെ പ്രതിസന്ധിയുള്ള ആളുകളാണ്. അവരുടെ പ്രയാസം പോലും ഈ പഞ്ചായത്ത് കണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ ചെളി കെട്ടി നിൽക്കും. ആ ചെളിയിലൂടെ സ്കിഡ് ചെയ്ത് യാത്രക്കാർ വീഴും. എത്ര കുട്ടികളും അമ്മയും അടക്കം ആ ചെറിയ പാലത്തിന്, കൈവരി പോലും ഇല്ലാത്ത പാലത്തിൻ്റെ നടുവിലൂടെ ബൈക്കായിട്ട് പോകുന്ന അതിസാഹസികമായ യാത്രയാണ് എന്നുള്ളതാണ്. ഈ സാഹസിക യാത്ര പിന്നെ ജീവിതം തന്നെ വലിയ സാഹസികമാണ് ഈ സർക്കാരിൻ്റെ സമയത്ത്. ആ സമയത്താണ് പഞ്ചായത്ത് നൽകുന്ന വേറൊരു ടാസ്ക് എന്നുള്ളതാണ്. ഇങ്ങനെ ടാസ്കുകൾ മാത്രം ജനത്തിന് കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി ചാടൂർ പഞ്ചായത്ത് മാറി എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് KK, പരമശിവൻ CM, അശോകൻ, അനിൽ പട്ടാശ്ശേരി, സുധി കാട്ടുപറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ഏങ്ങൂർ, റാഫി കൊമ്പൻ, CK പോൾ, പഞ്ചായത്ത് അംഗം ഷീബ ഫ്രാൻസിസ്, അബ്ദുള്ള കോടഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ നടതുറപ്പിന് ശേഷം കളശാഭിഷേകത്തോടെയുള്ള വിശേഷാൽ അഭിഷേകങ്ങൾ, കാഴ്ചശീവേലി, പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ശീവേലി എന്നിവയും ഉണ്ടായി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുമുക്ക് മന വിഷ്ണുനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ശങ്കർ നമ്പൂതിരി, കീഴ്ശാന്തി ദാമോദരൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. പഴുവം ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റിതം റീലോഡഡ് എന്ന പേരിൽ മെറിറ്റ് ഡേയും കൾച്ചറൽ പ്രോഗ്രാമുകളും നടന്നു. നാട്ടിക എഡ്യൂക്കേഷൻ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മെറിറ്റ് ഡേയും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KC പ്രസാദ് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ NC അനീജ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ MV ലതിമോൾ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ V ശശിധരൻ, സ്മിത NR, സജിത, ലിജിന ജെയിൻ, ദീപ MP എന്നിവർ സംസാരിച്ചു. മറ്റ് അധ്യാപകരും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. വളരെ ചെറിയ സൗകര്യത്തിലാണ് ഈ കലാലയം കെട്ടിപ്പടുക്കിയത്. ഇതിന്റെ ആരംഭകാലം മുതൽ അടുത്തറിയുന്ന വ്യക്തിയാണ് ഞാൻ. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സംരക്ഷിക്കുവാനും വിദ്യാഭ്യാസ എന്താ പറയുക കച്ചവട താല്പര്യങ്ങൾക്കും എതിരായിക്കൊണ്ട് 400-ൽ പരം സഹോദരന്മാരുടെ ചെറിയ മുതൽ മുടക്കിന്റെ ഭാഗമായി ഷെയർ ചേർക്കുകയും അങ്ങനെ ചെറുത്തിയ ഷെയറിലൂടെ ഒരു മഹനീയ കലാലയം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പ്രിയകരനായിട്ടുള്ള ശിവൻകണ്ണൂടി ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് 400-ലധികം പേർ പഠിക്കുന്ന ഈ NES കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു.
വലപ്പാട് ബീച്ച് വിക്രഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തോടനുബന്ധിച്ച് മഹാസായുജ്യ പൂജ നടന്നു. രാവിലെ ഗണപതി ഹോമം, തിലഹോമം, തുടർന്ന് മഹാസായുജ്യ പൂജ, തത്വഹോമം, തത്വകലശാഭിഷേകം, ഉച്ചപൂജ, വൈകിട്ട് കലശപൂജ, അധിവാസ ഹോമം, അധിവാസ പൂജ, കലശാധിവാസം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, പുത്തൻകാട്ടിൽ കണ്ണൻ ശാന്തി, ക്ഷേത്രം മേൽശാന്തി ചേർത്തല ബിജു എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം രക്ഷാധികാരികളായ VR ശശിധരൻ, VV സുധാകരൻ, ക്ഷേത്രം പ്രസിഡന്റ് VR ത്രിവിക്രമൻ, സെക്രട്ടറി VK സുന്ദരൻ, ട്രഷറർ VV വിശ്വംഭരൻ, ഭാരവാഹികളായ VG വ്യാസൻ, VK രാമചന്ദ്രൻ, VS അനിൽകുമാർ, ഗോപാലകൃഷ്ണൻ VR, സുരേഷ് VS എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജൂൺ 5 വ്യാഴാഴ്ചയാണ് അഷ്ടബന്ധ നവീകരണ കലശം. കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേ വിലസുഗ നാരായണ ജയ കേൾക്കണമെഴുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുകൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം. CPI നാട്ടിക മണ്ഡലം സമ്മേളനവും 100ാം വാർഷികാഘോഷവും ജൂൺ 6 മുതൽ 9 വരെ വിവിധ പരിപാടികളോടെ മുട്ടിച്ചൂർ മൽഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാനും മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ KM കിഷോർ കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച CPI ജന്മശതാബ്ദി സമ്മേളനത്തിന്റെ ഭാഗമായി 25 പൂർവ്വകാല നേതാക്കളുടെ സ്മൃതിജാഥകൾ വൈകിട്ട് 4-ന് വാളമുക്ക് സെന്ററിൽ കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ പ്രകടനമായി കോക്കാമുക്ക് സെന്ററിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷനാകും. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ്, TR രമേഷ് കുമാർ, P ബാലചന്ദ്രൻ MLA, ഷീല വിജയകുമാർ, CC മുകുന്ദൻ MLA, ഗീതാഗോപി എന്നിവർ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് പടിയം പുലാമ്പുഴ കടവിന് സമീപം കരിക്കൊടി ചകിരി തൊഴിലാളി സമരസ്മരണ സംഘടിപ്പിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. 1985-ൽ നടന്ന ഐതിഹാസിക സമരത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച CPI നേതാക്കളായ MN ഗോവിന്ദൻ നായർ, C അച്യുതമേനോൻ, R സുഗുതൻ എന്നിവരുടെ പേരിലുള്ള സ്മാരകം അനാച്ഛാദനം ചെയ്യും. 70 വർഷം മുമ്പ് നടന്ന സമരത്തിൽ പങ്കെടുത്ത സമര സേനാനികളെ ചടങ്ങിൽ ആദരിക്കും. VS സുനിൽകുമാർ, KP സന്ദീപ്, PK കൃഷ്ണൻ, KV വിനോദൻ, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. 8-9 തീയതികളിൽ നാട്ടിക മണ്ഡലം പ്രതിനിധി സമ്മേളനം നടക്കും. റവന്യൂ മന്ത്രിയും CPI ദേശീയ കൗൺസിൽ അംഗവുമായ K രാജൻ ഉദ്ഘാടനം ചെയ്യും. KP രാജേന്ദ്രൻ, KK വത്സരാജ്, VS സുനിൽകുമാർ, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയാമ്പറമ്പിൽ, CC മുകുന്ദൻ MLA, KP സന്ദീപ് തുടങ്ങിയവർ പങ്കെടുക്കും. 89 ബ്രാഞ്ച് സമ്മേളനങ്ങളും 7 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കി നടക്കുന്ന മണ്ഡലം സമ്മേളനത്തിൽ 1571 പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 200 പ്രതിനിധികൾ പങ്കെടുക്കും. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ്, സംഘാടക സമിതി കൺവീനർ CK കൃഷ്ണകുമാർ, ട്രഷറർ KK പ്രദീപ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാരമുക പൂത്തൃക്കോവ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധ്യയിൽ ചൊവ്വാഴ്ച വൈകിട്ട് ടീം ഒഫൻഡേഴ്സ് അച്ഛന്മാരും മക്കളും അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, ബെസ്റ്റ് നൈബേഴ്സ് ഫാമിലി കാരമുക്ക്, ആവണി തെക്കേക്കര നാട്യവേദ വനിതാ കൂട്ടായ്മ പൊക്കഞ്ചേരി എന്നീ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. പരിപാടികൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങന്നൂർ മന മുരളീധരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചവടിയിൽ നല്ല പൊന്നശാല തീർത്തു അന്നും രാമദേവൻ ലക്ഷം വെച്ചു ശരം കൊടുത്തു. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുടി ചാർച്ചോട്ടെ.
കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാകുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാകുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ സ്മാർട്ട് അംഗനവാടി പ്രവേശനോത്സവം നടന്നു. കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ റിട്ടയർഡ് പ്രിൻസിപ്പൽ വത്സല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഈ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വന്നു. എന്തായാലും ഈ കൊച്ചുമക്കളുടെ കാര്യമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു. പറഞ്ഞതനുസരിക്കാൻ തയ്യാറായി. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കൊച്ചുമക്കളും ഇവിടുന്ന് പുറത്തു പോകണവരില്ലേ, പുറത്തു പോകണവരും പുതിയ സ്കൂളിലൊക്കെ പോയിട്ട് നന്നായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാവിധ ആശംസകളും ഞാൻ നൽകുകയാണ്. വാർഡ് മെമ്പർ ഫാത്തിമ സലീം അധ്യക്ഷത വഹിച്ചു. രഞ്ജൻ എരുമത്തുരുത്തി, അംഗനവാടി അധ്യാപിക വാസന്തി അശോകൻ, KV ഹർഷൻ, കരുണാകരൻ, സുരേഷ് പുല്ലാട്ട്, ജ്യോതി ബാബു പയ്യാമ്പറ, അംഗനവാടി ഹെൽപ്പർ ചിത്ര സുരേഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സുജീഷ് പുല്ലാട്ട്, ജിബിൻ വേളേക്കാട്ട എന്നിവർ സ്പോൺസർ ചെയ്ത പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും കുരുന്നുകൾക്ക് നൽകി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും നിയമസഭകളിലേക്കും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി നാട്ടിക ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിലെ വാർഡ് പ്രസിഡന്റുമാർക്കും BLAമാർക്കും സെമിനാർ സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സെമിനാർ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായി. DCC ഭാരവാഹികളായ CO ജേക്കബ്, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ ആറ്റുപറമ്പത്ത്, KV ദാസൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, MM ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. BLAമാരുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. അപ്പം അതിന് തന്നെ തുടർച്ചയായിട്ടാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉൾപ്പെടെ നടന്ന് വരുന്നത്. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒന്നാണെന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മളെല്ലാവരും. നിയമസഭയിൽ മത്സരിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ, പാർലമെന്റിൽ മത്സരിക്കാനും പാർലമെന്റ് മണ്ഡലത്തിൽ ഒരാൾക്കേ പറ്റുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷനും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി ചേർന്ന് ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ വരാത്തവരുമായ ആളുകളാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പ്രാദേശികമായി ഇതിൻ്റെ അധികാരാവകാശങ്ങൾ ഉണ്ടാകേണ്ട ആളുകൾ. അങ്ങനെ ഉള്ള ആളുകൾ ഇരിക്കുന്നവരെല്ലാവരും CO ജേക്കബ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ആളാണ്. ഇവിടെ ഇരിക്കുന്ന KV ദാസൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഷൌക്കത്ത് അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അനിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്,
PR വിജയേട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഇവിടെ ഇരിക്കുന്നവരും മാത്രമല്ല, ഈ ഇരിക്കുന്ന സദസ്സിൽ തന്നെ ഇരിക്കുന്നവർ എത്രയോ പേര് പഞ്ചായത്ത് പ്രസിഡന്റ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ചായം പദ്ധതിയുടെ ഉദ്ഘാടനവും അങ്കണവാടി പ്രവേശനോത്സവവും നടന്നു. അങ്കണവാടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് 7 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ചായം പദ്ധതിയിലൂടെ അങ്കണവാടി ചുമരുകളിൽ കുട്ടികൾക്ക് ആകർഷകമാക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അടച്ചുറപ്പോടു കൂടിയ വാതിലുകളും മേൽക്കൂരയും ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സംവിധാനവുമാണ് ഒരുക്കിയിട്ടുള്ളത്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. 6ാം വാർഡ് അംഗം രജനി ബാബു അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ്, ICDS സൂപ്പർവൈസർ ഹൃദ്യ, സരോജിനി രാമകൃഷ്ണൻ, ജയ സജീവൻ, സ്നിജ ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. 3 വയസ്സായ കുഞ്ഞിന് മീനാക്ഷി, മീനിന്റെ കണ്ണുകളുള്ള അക്ഷി എന്ന് പറയുന്ന കണ്ണുകളുള്ള ഒരു നല്ല സുന്ദരിയാണ്. 3 വയസ്സിലൊക്കെ പറയുമ്പോൾ ഒരു അംഗനവാടിയിൽ ചേർത്തേണ്ട ഒരു പ്രായം അല്ലേ? 3 വയസ്സ്. ആ കുട്ടിയെ അമ്മ ചാലക്കുടി പുഴയിലേക്ക് പോകും. നമ്മളെല്ലാവരും മാത്രം വായിച്ചു. എന്താ തോന്നിയത് ഇങ്ങനെ കേട്ടത്? ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളെല്ലാം, കുട്ടികൾക്കൊന്നും അറിയില്ല. അവരെ ഒരു ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ വീഴ്ത്തി നമ്മുടെ ആളുകൾക്ക് എന്തോ. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318D റീജിയണൽ 1ന്റെയും സോൺ 1ന്റെയും കോൺഫറൻസ് നടന്നു. എടമുട്ടം ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന കോൺഫറൻസ് ലയൺസ് ക്ലബിന്റെ മുൻ ഇന്റർനാഷണൽ ഡയറക്ടറും മണപ്പുറം ഫിനാൻസ് MDയുമായ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. 8 ലക്ഷത്തോളം രൂപയാണ് LCF കൊടുത്തത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ 80 മെമ്പേഴ്സ് നെറ്റ് ഗ്രൂപ്പ്, 80 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല നെറ്റ്വർക്കാണ്. ഈ 2 മേഖലയിലും ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രവർത്തനം, ഏറ്റവും ഉയർന്ന പ്രവർത്തനം, സർവീസ് ആക്ടിവിറ്റികൾ, എണ്ണമറ്റ സർവീസ് ആക്ടിവിറ്റികൾ ഈ സോണിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം വിറ്റ്നസ് കഴിയുകയാണ്. വളരെ മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച റീജിയൻ്റെ ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സണും അവരുടെ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആഘോഷത്തിൽ പാസ് ഇന്റർനാഷണൽ ഡയറക്ടർക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് ഞാൻ ഒരു റീജിയൻ കോൺഫറൻസിൽ ഞാൻ ആ ഇന്റർനാഷണൽ ഡയറക്ടർ ആയതിനു ശേഷം എങ്കിൽ കൗൺസിൽ ചെയർപേഴ്സൺ ആയതിനു ശേഷം ആദ്യമായിട്ട് കൊണ്ടുവരുന്നു. ഇതിലൂടെ ഞാൻ ഒരു റീജിയൻ ചെയർപേഴ്സൺ സോണൽ കോൺഫറൻസിലോ റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് അധ്യക്ഷയായി. ലയൺസ് ക്ലബിന്റെ മുൻ MCCയായ സുഷമ നന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു. സോൺ ചെയർപേഴ്സൺമാരായ വ്യാസബാബു, പ്രസന്നൻ തറയിൽ എന്നിവർ സോണുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിവിധ ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഈ വർഷത്തെ ലയൺ ഓഫ് ദി മൾട്ടിപ്പിൾ അവാർഡ് കരസ്ഥമാക്കിയ RIM സക്കറിയയ്ക്ക് സ്വീകരണം നൽകി. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ക്ലബ്ബുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടോണി ഏനോക്കാരൻ, അഡ്വക്കേറ്റ് മധുസൂദനൻ, അജിത് പ്രസാദ്, സാനി ജോസഫ് എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളിയിൽ പഞ്ചായത്ത് കിണറ്റിൽ കാട്ടുപന്നിയെ വീണ നിലയിൽ കണ്ടെത്തി. വടനപ്പള്ളി ബീച്ച്, ദുബായ് റോഡ്, പള്ളിപ്പാടൻ അബ്ബാസിന്റെ വീടിന് സമീപത്തെ പഞ്ചായത്ത് കിണറ്റിലാണ് കാട്ടുപന്നിയെ വീണ നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന നൈപുണി വികസന കേന്ദ്രത്തിന്റെ പ്രവേശനോത്സവം നടന്നു. കേന്ദ്രത്തിലെ അനിമേറ്റർ അസിസ്റ്റന്റ്, റോബോട്ടിക് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വരെ അതിലേക്കിപ്പോൾ 37 ലക്ഷത്തിലേറെ വരുന്ന വിദ്യാർത്ഥികൾ അതിൽ ഭാഗമായിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയിൽ കൈക്കൊള്ളുന്ന
സമഗ്രമായ പുതിയ കോഴ്സുകൾ ഏതാനും വർഷങ്ങൾ മുമ്പ് നമ്മളിവിടെ ആരംഭിച്ചാണ്. ഇവിടെ മുമ്പ് പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചാണ് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾ ഇവിടുത്തെ പഠനത്തിന് ശേഷം മറ്റു രാജ്യങ്ങളിൽ വിദേശത്തും മറ്റു സ്ഥലങ്ങളിലും പോയാണ് ഇവിടെ നമുക്ക് ലഭ്യമാകേണ്ട അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട അവരുടേതായുള്ള കഴിവുകൾ മറ്റ് രാജ്യങ്ങളിൽ വിനിയോഗിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരിയും സ്കൂൾ വികസന സമിതി അംഗവുമായ അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം DPO KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. താന്യ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, അന്തിക്കാട് BRC BPC ഡോക്ടർ ഉമാദേവി K, PTA പ്രസിഡന്റ് മധുലാൽ, പ്രധാനാധ്യാപിക CR ഗീത, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി PK രാജരാജൻ, സ്കൂൾ പ്രിൻസിപ്പൽ PS ബിന്ദു എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ പെടുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെ പച്ചക്കറി കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ണിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കൃഷി ഇറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തണം. എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളെയും നാം ഇതിന്റെ ഭാഗമാക്കിയിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവരികയാണ്. സഹകരണ മേഖല ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളെ മുൻനിർത്തുകയാണ്. തൊഴിലുറപ്പുകാർ, ധന സംരക്ഷണ സമിതിയുടെയും അതിന്റെ വകുപ്പിനെയും നമ്മൾ മുമ്പിൽ നിർത്തുക. എല്ലാ കർഷകരെയും നമ്മൾ ഇതിന് മുമ്പിൽ നിർത്തുക. സമസ്ത മേഖലയിൽ നിന്നുള്ള വകുപ്പുകൾ, പച്ചക്കറി എന്ന് പറയുന്നത് ഒരു മുഖ്യ അജണ്ടയായിട്ട് സംസ്ഥാന സർക്കാർ എടുക്കുകയാണ്. അപ്പൊ ക്ഷീര
അല്ലേ? നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്ഷീര കർഷകർ അവരിൽ ഉൾപ്പെടുത്തണം. അതേപോലെ മത്സ്യത്തൊഴിലാളികളുടെ വിഭാഗം അവരിൽ ഉൾപ്പെടുത്തണം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കുമാർ, മെമ്പർമാരായ കല വി, ജൂബി പ്രദീപ്, CR ഷൈൻ, വസന്ത ദേവലാൽ, ബഗീഷ് പൂരാടൻ, ഇബ്രാഹിം പടുവിങ്ങൽ, KB സുധ, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ എന്നിവർ സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാല കൃഷി ശാസ്ത്രജ്ഞ ഡോക്ടർ ഗ്ലീന മേരി മുൻനിറ പ്രദർശന തോട്ടത്തിന്റെ ഭാഗമായി കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവൽ വിത്തുകൾ കർഷകർക്ക് കൈമാറി. പച്ചക്കറി കൃഷിയും കീടരോഗ നിയന്ത്രണവും എന്ന വിഷയത്തിൽ എങ്ങണ്ടിയൂർ കൃഷി ഓഫീസർ ഡോക്ടർ ചിഞ്ചു P ബാബു ക്ലാസ് എടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്രയാറിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ ആവശ്യമുണ്ട്. UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വിശദമായ ബയോഡാറ്റ nes@നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി .org എന്ന ഇമെയിൽ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 97 45 78 21 20. വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യമിട്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ PJMS GHSS കണ്ടശാങ്കടവ് വിദ്യാലയത്തിൽ തുടങ്ങി. സ്കൂൾ പ്രധാനാധ്യാപിക ബീന K മേനോൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ ഷീന വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. തുടർന്ന് പോസ്റ്റർ രചന മത്സരവും ക്ലാസുകളിൽ സംഘടിപ്പിച്ചു. ജില്ലയിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കും. നിരോധനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ CS സ്മിത റാണിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല യോഗം ചേർന്നു. ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപായി ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അന്യസംസ്ഥാന യന്ത്രവൽകൃത ബോട്ടുകളും തീരം വിട്ടുപോകണം. മറ്റു ബോട്ടുകൾ അതത് പ്രദേശങ്ങളിൽ ആങ്കർ ചെയ്യണം. വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ ഈ കാലയളവിൽ അനുവദിക്കുന്നതല്ല. കടലിൽ പോകുന്ന വലിയ വള്ളത്തോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഉപയോഗിക്കുന്ന കാരിയർ വള്ളത്തിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതത് മത്സ്യഭവൻ ഓഫീസിൽ ഉടമകൾ റിപ്പോർട്ട് ചെയ്യണം. ജില്ലയുടെ തീരപ്രദേശത്തും ഹാർബറുകളിലും മറ്റും പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ഇന്ധനം നൽകാൻ പാടില്ല. ഇന്ധനം നൽകുന്ന ഡീസൽ ബങ്കുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കൂടാതെ കായലിനോടോ ജെട്ടിയോടോ ചേർന്ന് പ്രവർത്തിക്കുന്ന ബങ്കുകൾ ട്രോളിംഗ് കാലയളവിൽ പ്രവർത്തിക്കാൻ പാടില്ല. പട്രോളിംഗ് ശക്തമാക്കുന്നതിനായി അഴീക്കോട് ചേറ്റുവ ഹാർബർ കേന്ദ്രീകരിച്ച് 2 പട്രോളിംഗ് ബോട്ട്, സീ റെസ്ക്യൂ ഗാർഡുമാർ, പോലീസ് പട്രോളിംഗ് എന്നിവ നടപ്പിലാക്കും. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ യഥാസമയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലാ സപ്ലൈ ഓഫീസർ സ്വീകരിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകി. വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ജനപ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലയിൽ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം മെയ് 15 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പർ 0489960990. യോഗത്തിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ P അബ്ദുൾ മജീദ്, ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഡോക്ടർ C സീമ, ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വാർഡിലെ കാനകളിലെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്തു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ശുചീകരണ പരിപാടി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സുഭദ്ര രവി, ആശാ വർക്കർ സുശീല രാജൻ, അംഗനവാടി ടീച്ചർമാരായ അഞ്ജു, KB അഷ്ടമി, തൊഴിലുറപ്പ് മേറ്റുമാരായ കിസ്മത്ത് പിയൂസ്, ലില്ലി ജോസ് കൊമ്പൻ, ഇന്ദിര മോഴിപ്പറമ്പിൽ, സജിത സുനിൽ, ഹരിതകർമ്മസേനാംഗങ്ങളായ ലിറ്റ ജോസ്, രമ മണികണ്ഠൻ, ലൂയിസ് താണിക്കൽ, രേണുക റിജു, ഗിരിജ കൊടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ഒരു ശുചീകരണ യജ്ഞം രാവിലെ തൊട്ട് ആരംഭിക്കുകയാണ്. നമുക്ക് അരനേരമാണ്, എൻ്റെ വാർഡിനും അരഗ്രാമം അല്ലെങ്കിൽ അരനേരം എന്നുള്ള ആ ഒരു സംവിധാനമാണ് ഇന്ന് ഇവിടെ നടപ്പിലാവുന്നത്. അപ്പോൾ നമുക്കറിയാം മഴ ഇപ്പോൾ ഈ ജൂൺ മാസം തൊട്ടാണ് സാധാരണഗതിയിലൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ മഴ എത്തിച്ചേരാറ്. പക്ഷേ ഈ വർഷം മെയ് ലാസ്റ്റ് വാരം തന്നെ മഴ എത്തുകയും നമ്മുടെ തോടുകളും കുളങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നീരുറവകളൊക്കെ തന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്.
എന്നിരുന്നാൽ പോലും ഏറ്റവും തടസ്സമുള്ള ഭാഗങ്ങളിൽ അതിനെ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും അതിൽ ചപ്പുചവറുകൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ശുചീകരണ യജ്ഞം ഇതിനെ എത്തിച്ചേർന്നിരിക്കുന്നത്. തളികുളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ അങ്കണവാടി പ്രവേശനോത്സവവും കുട്ടികൾക്കുള്ള ആദരവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. തളികുളം 8ാം വാർഡിലെ 59ാം നമ്പർ അങ്കണവാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് CA സജിത ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. 8ാം വാർഡിലെ തസ്കിയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ബാഗ്, പഠനോപകരണങ്ങൾ, മൊമന്റോ എന്നിവ വിതരണം ചെയ്തു. 8ാം വാർഡ് വികസന സമിതി അംഗവും കൂട്ടായ്മയുടെ സെക്രട്ടറിയുമായ ഷമീർ നാലകത്ത്, അങ്കണവാടി അധ്യാപിക റംല ടീച്ചർ, ഹെൽപ്പർ അശ്വതി, അങ്കണവാടി വികസന സമിതി അംഗങ്ങൾ, തസ്കിയത്ത് കൂട്ടായ്മയിലെ അംഗങ്ങൾ, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവരും പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തിലെ ബാലപാഠം എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട എല്ലാ അറിവുകളും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അംഗനവാടികളിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാം നമ്മുടെ ചെറുപ്രായത്തിൽ അംഗനവാടിയിൽ പോയിട്ടുള്ളവരാണ് അല്ലേ. പക്ഷെ നമ്മളടക്കം കരഞ്ഞ് അല്ലെ വല്ലാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ അംഗനവാടിയിൽ പോവാ. ഇന്നത്തെ കുട്ടികൾ കരച്ചിൽ കുറവാണ്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്താ, അംഗനവാടിയിലെത്തുമ്പോൾ അവർക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അംഗനവാടികളാണ് ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത്. ഞാനടക്കമുള്ള ആളുകൾ അംഗനവാടിയിൽ, ഇവിടെ ഈ വാർഡിൽ അംഗനവാടി ടീച്ചറാണോ? ടീച്ചർ അല്ല, മുൻപ് വേറെ. പക്ഷെ ഒരു കാര്യം, റംല ടീച്ചർ ഒരുപാട് കാലമായി 8ാം വാർഡിൽ ചാർജ് എടുത്തിട്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹാഷിഷ് ഓയിലുമായി കയ്പമംഗലം സ്വദേശി പിടിയിൽ. ചിറയ്ക്കൽ മാട്ടുമൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു. പഴവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.